السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا، خذ بأيدينا قلت حيلتنا أدركنا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء، تؤتي أكلها كل حين بإذن ربها، ويضرب الله الأمثال للناس لعلهم يتذكرون. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا نفس لا تقنطي من زلة الظلمات، إن الكبائر في الغفران كالأمم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. واعلموا أمة سيدنا ومولانا محمد
ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരും അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ബദവി മഖാമിൽ നടത്തപ്പെടുന്ന ആണ്ടുനേർച്ചയോടനുബന്ധിച്ച് ഒരു ദിവസം നിങ്ങളെ സംവദിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. നിങ്ങളുമായി സംവദിക്കാൻ ധാരാളം വിഷയങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരായത്ത്. സൂറത്ത് ഇബ്രാഹിമിന്റെ 24-ാം വചനം വളരെ പ്രാധാന്യമുള്ള വചനം. ഇക്കാലഘട്ടത്തിലെ മനുഷ്യർ നിർബന്ധമായും ചിന്തിക്കേണ്ട ആരുറപ്പുള്ള ആശയതലങ്ങൾ സമർപ്പിക്കുന്ന ഒരു വല്ലാത്ത ആയത്ത്. അത് സംബന്ധമായ ഒരു ചെറിയ ചർച്ച ചെയ്ത് തിരിയാനാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത് ചർച്ച ചെയ്യുന്നത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന നേട്ടം? ആരാണ് വിശ്വാസി? എന്താണ് വിശ്വാസം? ആരാണ് മുഅ്മിൻ? എന്താണ് ഈമാൻ? ഇതാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും വിളിച്ചറിയിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ ആയത്തിലൂടെ റബ്ബ് തആല നമ്മെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വലിയ ഒരാശയം, ആ ആശയത്തിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ടച്ച് ചെയ്യാൻ പോകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിൽ ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞു. ഏതൊരു വിഷയം പറഞ്ഞാലും ഉദാഹരണം കൊണ്ട് ആ വിഷയത്തെ സമർപ്പിക്കുക എന്നത് ഖുർആനിന്റെ ഒരു ശൈലിയാണ്. അതുകൊണ്ട് തന്നെയാണ് പഴയ കാലം മുതൽ അലുമിങ്ങൾ എന്തു പറഞ്ഞാലും അതിനൊരു ഉദാഹരണം അവരുടെ പ്രഭാഷണങ്ങളിൽ കടന്നുവരുമായിരുന്നു. ആ കൂട്ടത്തിൽ ഒരിക്കലും മാറ്റി നിർത്താനാവാത്ത ഒരു വലിയ മഹാനെയാണ് നാളെ ഇവിടെ അനുസ്മരിക്കപ്പെടാൻ പോകുന്നത്. എന്തു പറഞ്ഞാലും ഹൃദയത്തിലേക്ക് ശരവർഷം പോലെ തുളച്ചു കയറുന്ന ഉദാഹരണങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട മർഹൂം കോയ ഉസ്താദ് പറയാറുണ്ടായിരുന്നു. അല്ലാഹു അവരോടൊപ്പം നമ്മെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഖുർആൻ നിരന്തരമായി ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒരു ഉദാഹരണമോ, ഒരു വിഷയത്തിലൊരു ഉദാഹരണമോ അല്ല. ഒരു ഉദാഹരണമല്ല ഖുർആൻ പറഞ്ഞത്, ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ വിഷയത്തിന് തന്നെ വളരെ കൂടുതൽ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ. ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിലെ എല്ലാ തരത്തിലുള്ള ഉദാഹരണങ്ങളും നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അപഗ്രഥിച്ചിരിക്കുന്നു. എല്ലാം പാർട്ടായി ചർച്ച നടത്തിയിരിക്കുന്നു ഗഹനമായി എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ തന്നെ ഓർമ്മപ്പെടുത്തി. അങ്ങനെ ഖുർആൻ നിരന്തരമായി ഉദാഹരണങ്ങളാണ് ഖുർആനിലുള്ളത്. ആ ഉദാഹരണങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉദാഹരണമാണ് അല്ലാഹു പറയുന്നത്, ഈമാനിന്റെ ഉദാഹരണം.
ഈമാനിന്റെ ഉദാഹരണം അല്ലാഹു പറയുമ്പോ മുഅ്മിനിന്റെ ഉദാഹരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹിയും പറയുകയാണ്. അലം തറ കൈഫ ളറബല്ലാഹു മസലാ കലിമതൻ തയ്യിബതൻ കശറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാഇ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. സൂറത്ത് ഇബ്രാഹിമിന്റെ 24-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു എന്നെയും നിങ്ങളെയും പഠിക്കുന്ന ഒരു നല്ല ഉദാഹരണം. അലം തറ, നബിയെ അങ്ങ് കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം ബാധകമല്ല, ഈ ഒരു സംബോധന നമുക്ക് എല്ലാവർക്കും ബാധകമാണെന്ന നിലയ്ക്ക് അലം തറ, മനുഷ്യ നീ കണ്ടില്ലേ? കൈഫ ളറബല്ലാഹു മസലാ, അല്ലാഹു എത്ര നല്ല ഉദാഹരണമാണ് പറഞ്ഞതെന്ന്. അല്ലാഹു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് നീ ശ്രദ്ധിച്ചില്ലേ? എത്ര സൂട്ടബിളായ ഉദാഹരണമാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. എത്രമാത്രം ഫിറ്റാണ് ആ ഉദാഹരണം, ആ വിഷയവുമായിട്ട് എത്രത്തോളം പൊരുത്തപ്പെട്ട് കിടക്കുന്നു. കൈഫ ളറബല്ലാഹു മസലാ, ആ വിഷയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത്ഭുതകരമായ വിസ്മയാവഹമായ ഒരു വലിയ ആശയത്തിലേക്ക് നമ്മെ പിടിച്ചുകൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവിടെ മാത്രം ചോദിക്കാൻ പറ്റിയതാണ് അലം തറ കൈഫ. എങ്ങനെയാണ് ആ പണിയെത്തിച്ചതെന്ന് നബിയെ തങ്ങൾക്കറിയോ? നിങ്ങളുടെ ഉമ്മത്തിനറിയോ? നബിയെ നിങ്ങളുടെ ഉമ്മത്ത് അതേക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? അലം തറ കൈഫ. ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആയത്തുകളെ നമുക്ക് വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ കഴിയും. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. എങ്ങനെയാണ് പടച്ച റബ്ബ് ആനക്കലഹ സംഭവക്കാരെ കൊണ്ട് പ്രവർത്തിച്ചതെന്ന് നിങ്ങൾ നോക്കണം. ആ പ്രവർത്തനം ഒരു വലിയ അത്ഭുതകരമായ പ്രവർത്തനമാണെങ്കിലേ അങ്ങനെ പറയാൻ പറ്റൂ. ആണ്. മഞ്ചാടിപുരു പോലെയുള്ള കല്ലുകൊണ്ട് എറിഞ്ഞ് ആനപ്പടയെ തുരത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മഹാത്ഭുതം തന്നെയാണ്. ഇതേ രൂപത്തിൽ അള്ളാഹു ചോദിക്കുകയാണ്, അലം തറ കൈഫ ളറബല്ലാഹു മസലാ, അല്ല എത്രമാത്രം ഫിറ്റായ ഉദാഹരണമാണ് പറഞ്ഞതെന്ന് നീ കണ്ടിട്ടുണ്ടോ? നിനക്കറിയോ എന്തിനാണ് ഈ ഉദാഹരണം പറഞ്ഞത്? കലിമതൻ തയ്യിബാ, സൽവചനത്തിന് അല്ലാഹു പറഞ്ഞ ഉദാഹരണം, നല്ല വാക്യത്തിന് അല്ലാഹു പറഞ്ഞ ഉദാഹരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതാണ് ഈ നല്ല വാക്യം? കലിമത്തുൻ തയ്യിബ. തയ്യിബായ കലിമത്ത് ഏതാണത്? വിശുദ്ധ വചനം. ഏതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ എല്ലാവരും എഴുതി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവാക്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവാക്യത്തിന് അല്ലാഹു പറഞ്ഞ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കശജറത്തിൻ തയ്യിബ, അതൊരു പരിശുദ്ധമായ മരം പോലെയാണ്. കശജറത്തിൻ തയ്യിബ, ഒരു നല്ല വൃക്ഷം. അസ്ലുഹാ സാബിത്, ആ വൃക്ഷത്തിന് ശക്തമായ അടിവേരുണ്ട്. അസ്ലുഹാ സാബിത്തുൻ, ആ വൃക്ഷത്തിന്റെ അടിവേരുകൾ ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങിയതാണ്. അസ്ലുഹാ സാബിത്തുൻ, ആ വൃക്ഷത്തിന് വേറുറപ്പുണ്ട്. ഭൂമിയിലേക്ക് പിടുത്തമുള്ള വൃക്ഷമാണ്. കാറ്റടിക്കുമ്പോഴേക്ക് മറിഞ്ഞു വീഴുന്ന വൃക്ഷമല്ല. വെയിൽ ഉണ്ടാകുമ്പോഴേക്ക് ഉണങ്ങിപ്പോകുന്ന വൃക്ഷമല്ല. അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ, ആ വൃക്ഷത്തിന്റെ ചില്ലകൾ
അത് അന്തരീക്ഷത്തിൽ പടർന്നു പന്തലിച്ചു കിടക്കുകയാണ്. ആ വൃക്ഷം നൽകിക്കൊണ്ടിരിക്കും. ഉകുലഹ, അതിന്റെ മധുരമുള്ള കായ്ക്കനികൾ അത് നൽകിക്കൊണ്ടിരിക്കും. അതിന്റെ സ്വാദിഷ്ടമായ കായ്ക്കനികൾ അത് നൽകിക്കൊണ്ടിരിക്കും. ആർക്ക്? മനുഷ്യർക്കത് നൽകിക്കൊണ്ടിരിക്കും. ഉകുലഹ കുല്ലഹീൻ, എല്ലാ സീസണിലും അത് അതിന്റെ കായ്ക്കനികൾ നൽകിക്കൊണ്ടിരിക്കും. നൽകി ജനങ്ങളെ സൽക്കരിച്ചുകൊണ്ടിരിക്കും. ഉകുലഹ കുല്ലഹീൻ ബിഇദ്നി റബ്ബിഹാ, അതിന്റെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരമാണ് അതതിന്റെ കായ്ക്കനികൾ മറ്റുള്ളവർക്ക് സംഭാവന നൽകുന്നത്. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം കായ്ക്കനികൾ മറ്റുള്ളവർക്ക് സംഭാവന ചെയ്ത് വേറുറപ്പോടെ ഭൂമിയില് അതിൻ്റെതായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ച് നിലകൊള്ളുന്ന ഒരു മരമുണ്ട്. ആ മരം പോലെയാണ് ആ നല്ല വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉദാഹരണം. ഇതാണ് ഇപ്പൊ അല്ലാഹു പറഞ്ഞു വെച്ചത്. ഇതിൽ നമുക്ക് പഠിക്കാൻ എന്താ ഇത്ര വലിയ പാഠം? ധാരാളം പാഠങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നെന്റെ പ്രഭാഷണം ആ ഒരായത്തിലാണ് ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചാണ് ഏറ്റവും സംശുദ്ധമായ വചനം, പരിശുദ്ധമായ വചനം എന്ന് പറഞ്ഞത് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ അത് എന്നെയാണെന്ന് പറയാൻ കാരണം, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിയിൽ ഇത്രത്തോളം വിശുദ്ധമായ മറ്റൊരു കലിമത്തില്ല. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞതാണ്, ഈ ഭൂമിലോകത്ത് ഞാനും എന്റെ മുൻഗാമികളായ സർവ്വാമ്പിയാക്കളും നബിമാരുടെ കുടുംബം ഒന്നടങ്കം വിളിച്ചു പറഞ്ഞ വാക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്, ഏറ്റവും സുന്ദരമായ വാക്ക്, ഏറ്റവും നല്ല വചനം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ ഇബാദത്തിന് അർഹമില്ല എന്ന പ്രഖ്യാപനത്തിനോളം മഹത്വമുള്ള ഒന്നും ഇവിടെയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഭൂമിയിൽ ഏറ്റവും വിശുദ്ധമായ വചനം. അതുകൊണ്ട് തന്നെ ഈ സാക്ഷ്യവാക്യം അഥവാ ഈമാൻ, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവാക്യം ചൊല്ലി ഒരാൾ മോമിനാകുന്നത്. യഥാർത്ഥത്തിൽ അത് മനസ്സിൽ വിശ്വസിച്ചുകൊണ്ടാണ് അയാൾ മോമിനാകുന്നത്. നാക്കുകൊണ്ട് തുറന്നു പറഞ്ഞാണ് അയാൾ മുസ്ലിമാകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉദാഹരണം ഒരു നല്ല വൃക്ഷം പോലെയാണ്. അതിന് പിശുക്കില്ല. ആ വൃക്ഷം എന്നും അതിന്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കും. ഇതാണല്ലോ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു പറഞ്ഞത്. ഏതാണ് ഈ വൃക്ഷം? അല്ല പറഞ്ഞത് ഈമാനിന്റെ ഉദാഹരണമാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അതാ ഒരു ചോദ്യം ഇതുപോലെയുള്ള സദസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നു തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന്റെ മുമ്പിലേക്ക്. ഇന്ന മിനശ്ശജരി ശജറ, ഓ സഹാബ, മരങ്ങളുടെ കൂട്ടത്തിലൊരു മരമുണ്ട് കേട്ടോ. ഇന്ന മിനശ്ശജരി ശജറ, മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരമുണ്ട്. ശജറൻ, ഒരു മരമുണ്ട്. എന്താണ് ആ മരത്തിന്റെ പ്രത്യേകത? ലാ യസ്ഖുതു വറഖുഹാ, ലാ യസ്ഖുതു വറഖുഹാ, ആ മരത്തിന്റെ ഇല പൊഴിയുകയില്ല. ഇല കൊഴിഞ്ഞു പോകാത്ത. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സഹീഹ് മുസ്ലിം എടുത്തു നോക്കിയാൽ കാണാം. ഞാൻ പറയുന്നത് ഈ ആയത്തും ഹദീസും കൂടെ നമ്മൾ കൂട്ടിവെക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ ഗുണപാഠം, അത് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തട്ടിച്ചു നോക്കാൻ ഒരു ചെറിയ സാരോപദേശം മാത്രമാണ് നമ്മൾ ഇന്ന് നടത്താൻ ആഗ്രഹിക്കുന്നത്. ചെറിയ കാര്യമാണോ? ഇതല്ല.
നബിതങ്ങൾ പറയുകയാണ്, വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഒരു വൃക്ഷമുണ്ട്, ലാ യസ്ഖുതു വറഖുഹാ. ആ വൃക്ഷം ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങളിങ്ങനെ നോക്കിയാൽ ഇതേതാ മരം എന്ന് ചോദിക്കേണ്ട രൂപത്തിൽ ഇല കൊഴിഞ്ഞ് വെറും കൊമ്പും കോലുമായി നിൽക്കുന്ന ഒരവസ്ഥ അതിനുണ്ടാവൂല. ലാ യസ്ഖുതു വറഖുഹാ. ഇതേതാ മുതലെന്ന് ചോദിച്ചാൽ ഇത് ഈത്തപ്പന മരമാണ് എന്ന് പറയാൻ പറ്റുന്ന, ഇതേതാ സാധനം എന്ന് ചോദിച്ചാൽ ഇത് തേക്കാണ് എന്ന് പറയാൻ പറ്റുന്ന, ഇതേതാണ് മരം എന്ന് ചോദിച്ചാൽ ഇത് പ്ലാവാണെന്ന് പറയാൻ പറ്റുന്ന ഈ ഒരവസ്ഥ, അതിന് ഇതിന്റെ ഇലകൾ നിലനിൽക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു കാലവും ഇല കൊഴിയാതെ ക്ഷീണം സംഭവിക്കാത്ത, എപ്പോഴും തന്റേതായ വ്യക്തിത്വം പ്രകടിപ്പിച്ച് ഞാൻ പ്ലാവ, ഞാൻ മാവ, ഞാൻ തേക്ക, ഞാൻ ഈത്തപ്പഴ, ഇത് വിളിച്ചു പറയുന്ന ഒരു മരം മരങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഹബീബായ നബിതങ്ങൾ പറയാൻ, ആ മരത്തെ ഞാൻ ഉദാഹരിക്കുന്നത് വിശ്വാസിയോടാണ്. ആ മരത്തിന് പറയാൻ പറ്റിയ ഉദാഹരണം ഒരു വിശ്വാസിയെ പോലെയുള്ള മരം എന്നാണ്. വിശ്വാസിയോട് ഉദാഹരിക്കപ്പെടാൻ പറ്റുന്ന, അവനോട് ഉപമിപ്പിക്കപ്പെടാവുന്ന ഒരു മരമാണ്. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ആ മരം ഏതാണെന്ന് സഹാബ നിങ്ങൾ അറിയുമോ? ഹബീബായ നബിതങ്ങൾ ചോദിക്കുന്നു, അത്തദ്റൂന മാഹി, അത്തദ്റൂന മാഹി, ആ മരം ഏതാണെന്ന് നിങ്ങൾക്കറിയോ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ, ആ സദസ്സിൽ നിന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, ആ സദസ്സിലുള്ള ആളുകൾ പല ഉത്തരങ്ങളും പറഞ്ഞു. അവരെല്ലാവരും മലയോര പ്രദേശങ്ങളിലുള്ള മരങ്ങളിലേക്ക് കാടുകയറി എന്ന് പറഞ്ഞാൽ, പള്ളിയിലിരിക്കുന്നവർ കാടുകയറി എന്ന് പറഞ്ഞാൽ കാട്ടിലേക്ക് ഓടി എന്നല്ല. മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്, അവരുടെ ഹൃദയങ്ങൾ കാടുകയറി. ഏതു മരത്തെക്കുറിച്ചാണ് ഹബീബായ റസൂലുള്ളാഹി ഇത് പറഞ്ഞത്? ഏതു മരത്തെക്കുറിച്ചാണ് മുത്തുനബി ഇങ്ങനെ പറഞ്ഞത്? മരം പ്ലാവാണോ തേക്കാണോ ഇങ്ങനെ തുടങ്ങിയിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ എത്തിക്കപ്പെടുന്ന, അന്ന് അവർക്ക് കണ്ട് പരിചയമുള്ള ധാരാളം മരങ്ങളുടെ പേര് ബഹുമാനപ്പെട്ട സഹാബാ കിറാം റളിയല്ലാഹു അൻഹും പറഞ്ഞു. ഓരോരുത്തരും പറയുന്ന ആ മരത്തിന്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ല 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 എന്ന് പറയുമ്പോ ഒരുപാട് ആളുകൾ പറഞ്ഞു, എല്ലാം തെറ്റി. അവസാനം അതിന്റെ കറക്റ്റ് ആൻസർ പറയുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്, അന്ന് സദസ്സിൽ ചെറിയുത്തരം പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. ചോദ്യം വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ മറുപടി പറഞ്ഞു, ഞാൻ പറയാം, അതേതാ? ഇന്നഹാ ശജറത്തുൻ നഖ്ല, ഈത്തപ്പന മരമാണത് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഈത്തപ്പന മരമാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കുറെ കഴിഞ്ഞതിന്റെ ശേഷം തന്റെ വാപ്പയോടൊപ്പം ഈ പഴയ ഓർമ്മ പങ്കുവെക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, ഉപ്പ, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അബ്ദുല്ലാ ഉപ്പ, അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളടക്കമുള്ള പ്രധാനികളായ സഹാബത്തിനെ കുഴച്ചിയ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. വിശ്വാസിയോട് ഉദാഹരിക്കപ്പെടാൻ പറ്റുന്ന മരത്തിന്റെ പേര് ആരും പറഞ്ഞില്ല. മുത്തുനബി തന്നെ മറുപടി പറഞ്ഞു. ആ മറുപടി പലരും പറഞ്ഞ സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്ന മറുപടിയാണ് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു. എന്റെ മനസ്സിലുണ്ടായിരുന്ന ഈത്തപ്പന മരമായിരിക്കും ഈ പറഞ്ഞത്. പക്ഷേ ഞാനത് പറഞ്ഞാ തെറ്റിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. വലിയ വലിയ മഹാന്മാരൊക്കെ പ്രതികരിച്ചിട്ട് റോങ്ങായിപ്പോയ സദസ്സല്ലേ, ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്താ പറഞ്ഞത്? അബ്ദുല്ലാ,
അന്ന് മുത്തുനബിയുടെ സദസ്സിൽ നീ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ ലോകം മുഴുവനും കിട്ടുന്നതിനേക്കാൾ സന്തോഷമായി ആ ഒരു മറുപടി പറയുന്നത്. കാരണം എല്ലാവരെയും കുഴക്കിയ ഒരു പ്രശ്നത്തിൽ എന്റെ മോനാണല്ലോ മറുപടി പറഞ്ഞത് എന്ന ഒരു സന്തോഷം എനിക്കുണ്ടാകുമായിരുന്നല്ലോ. ഇൽമിന്റെ വിഷയത്തിൽ ഇത്തരം മുന്നേറ്റങ്ങൾ ആഗ്രഹിക്കപ്പെടാവുന്നതേ ഉള്ളുവല്ലോ. എല്ലാവർക്കും അറിയും ഉമർ റളിയല്ലാഹു അൻഹുവിനെ തെറ്റിദ്ധരിക്കരുത്. ലാ ഹസദ ഇല്ലാ ഫിത്നതൈൻ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞതാണ്, രണ്ട് കാര്യത്തിൽ ഹസദ് പാടുണ്ട്. ആ രണ്ട് കാര്യം ഒന്ന് ഇൽമാണ്, മറ്റുള്ളവരെക്കാൾ ഒക്കെ എനിക്ക് അറിവുണ്ടാകണം. അങ്ങനെ വിചാരിച്ചിട്ട് കൂടുതൽ 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 അന്വേഷിക്കുക, പഠിക്കുക. അത് പഠനം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതിയായതുകൊണ്ട് അതിൽ അസൂയ പറ്റുമെന്ന് പറഞ്ഞു. എന്നതുപോലെ ഒരാൾ സംഭാവന ചെയ്ത് മുന്നേറുന്നുണ്ടെങ്കിൽ അയാളെക്കാൾ വലിയ സദഖക്കാരൻ ഞാനാവുമെന്ന നിലക്ക് കൂടുതൽ കൂടുതൽ സംഭാവന നൽകുക. ഈ രണ്ട് കാര്യത്തിലും ഹസദ് പറ്റുമെന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞതാ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, മോനെ എന്റെ മോൻ നീ അന്ന് ആ ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ എനിക്കും കൂടെ എന്റെ ഒരു ക്രെഡിറ്റ് കിട്ടുമായിരുന്നല്ലോ മോനെ, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? നമ്മുടെ വിഷയം അതല്ല. ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല, വിഷയത്തിലേക്ക് തന്നെ വരുന്നു. അത് കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം അവിടെ ഉണ്ടായൊരു സംഭവം. നമ്മുടെ വിഷയം അള്ളാഹുവിന്റെ ഹബീബ് തുറന്നു പറഞ്ഞു, വിശ്വാസിയെ പോലെയാണ് ഈത്തപ്പന മരം. അല്ലാഹു തആല വ്യക്തമല്ല, സുവ്യക്തമായ രൂപത്തിലല്ല, അവ്യക്തമായ രൂപത്തിൽ ഗുണങ്ങൾ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി. കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇസ്നി റബ്ബിഹാ. ഈ മരത്തെ പോലെയാണ് വിശ്വാസിയുടെ നെഞ്ചകത്തുള്ള ഈമാനിന്റെ ഉദാഹരണം. കളങ്കല്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഈത്തപ്പന മരം പോലെയാണ്. ഈത്തപ്പന മരമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇതെവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ അതും കൂടെ പറഞ്ഞത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു ഹദീസിൽ, വിശ്വാസിയുടെ ഉദാഹരണം ഈത്തപ്പന മരമാണ്. അല്ലാഹ് പറഞ്ഞു വിശ്വാസത്തിന്റെ ഈമാനിന്റെ ഉദാഹരണമാണ്. വിശ്വാസിയാവുന്നത്, ഒരാള് മോമിനാകുന്നത് അയാളുടെ ഹൃദയത്തിൽ ഈമാൻ വരുമ്പോഴാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴാണ്. അത് തമ്മിൽ വലിയ ബന്ധമുണ്ട്. തന്നെ വിശ്വാസിയുടെ ഉദാഹരണം മുത്തുനബിയും വിശ്വാസത്തിന്റെ ഉദാഹരണം അല്ലാഹുവും പറയുമ്പോൾ അത് രണ്ടും ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഇനി അവിടം വെച്ച് നമുക്ക് ചർച്ച ആരംഭിക്കാം. എന്താണ് ഈ ഈത്തപ്പനമരത്തെ പോലെയാണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ഈത്തപ്പനമരത്തിന്റെ സ്വഭാവമുണ്ടാകും വിശ്വാസിക്കുകയും ഈത്തപ്പനമരത്തിന്റെ സ്വഭാവമായിരിക്കും ഒരു വിശ്വാസിക്കുണ്ടാകാൻ. കളങ്കരഹിതമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച വ്യക്തിയില് ഈത്തപ്പനമരത്തിന്റെ 3 സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും. അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇസ്നി റബ്ബിഹാ. അതിന് കളങ്കരഹിതമായ, കളങ്കമറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാൻ കഴിയണം. നമ്മളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കളങ്കമുണ്ട്. നമ്മളൊക്കെ ഉണ്ട്, എന്റെ നെഞ്ചകത്തുണ്ട് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഈമാനിന് കളങ്കമുണ്ട്. എന്ത് കാരണോ? ഈത്തപ്പന മരത്തിന്റെ ആ ഒരു പ്രതിരോധശക്തി എനിക്കും നിങ്ങൾക്കും കിട്ടുന്നില്ല എന്നത് തന്നെയാണ്. എന്താണ് ഈത്തപ്പന മരത്തിന്റെ പ്രത്യേകത? ധാരാളം കാര്യങ്ങൾ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖുർആൻ അത് വ്യക്തമായെന്ന് പറഞ്ഞു. ഈത്തപ്പന മരത്തിന്റെ പ്രത്യേകത എന്താണ്? എങ്ങോട്ടും പോകണ്ട, ഖുർആൻ അത് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അസ്ലുഹാ സാബിത്തുൻ ഒന്നത് തന്നെയാണ്. 2 വഫർഉഹാ ഫിസ്സമാ 3 തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇസ്നി റബ്ബിഹാ. ഈത്തപ്പന മരത്തെക്കുറിച്ച് വളരെ വൈകി ഒരു ലേറ്റസ്റ്റ് പഠനം നടന്നു. എന്താണ് ഈത്തപ്പന മരത്തിന്റെ പ്രത്യേകത? ഇവിടെ അടുത്തായി നടന്ന ഒരു പാഠത്തെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച്, അതിന്റെ റിസൾട്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്തിന്? നമുക്ക് അള്ളാഹുവിന്റെ ആയത്തിൽ വിശ്വാസം വർദ്ധിക്കാൻ, തിരുനബിയുടെ തിരുവചനത്തിൽ എനിക്കും നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സുറപ്പ്, ഒന്നും കൂടെ യഖീന് നമുക്ക് കൂടിക്കിട്ടാൻ. എന്താണ് ഈത്തപ്പന മരത്തിന്റെ പ്രത്യേകത? ഈത്തപ്പന മരത്തിന്റെ പ്രത്യേകത പ്രതിരോധശേഷിയാണ്. ഈത്തപ്പന മരം നിലനിൽക്കുന്നത്
ഭൂപ്രകൃതിപരമായിട്ട് അതിനോട് യോജിക്കാത്ത, ഒരിക്കലും പൊരുത്തപ്പെടാത്ത രണ്ട് പ്രതികൂല സാഹചര്യങ്ങളിലാണത് നിലനിൽക്കുന്നത്. എന്നിട്ടും അതിനൊരു കുഴപ്പമില്ല. ഈത്തപ്പന എവിടെയാ നിലകൊള്ളുന്നത്? എല്ലാവർക്കും അറിയാം, മണൽ ഭൂമിയിലാണ്. അറേബ്യ മണലാരണ്യത്തിലാണ് ഈത്തപ്പന നിലകൊള്ളുന്നത്. ആ ഈത്തപ്പന മരത്തിന്റെ പ്രത്യേകത, രണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ, ശക്തമായ പ്രതികൂല സാഹചര്യങ്ങൾ. ഒന്ന് കാറ്റാണ്, രണ്ട് കരിഞ്ഞുണങ്ങിപ്പോകുന്ന വെയിലാണ്. ഇത് രണ്ടും അറേബ്യൻ മരുഭൂമിയിലെ തീക്കാറ്റും അറേബ്യൻ മരുഭൂമിയിലെ പൊള്ളുന്ന വെയിലും. ഇത് രണ്ടും അറിയാവുന്നവരായിരിക്കും സദസ്സിലിരിക്കുന്ന പലരും, അല്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. കണ്ടവരും അനുഭവിച്ചവരുമായിരിക്കും കൂടുതൽ. ഇത് ഞാൻ പറയുന്നത് ഈ വിഷയം വേഗം കൊണ്ട് തിരിയാനാണ്. മണൽ ഭൂമിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന നിലയ്ക്ക് ഒരനക്കം കാറ്റ് പിടിക്കുമ്പോഴേക്ക് ഈ മരം നിലം പൊത്തണം. ഒരൊറ്റ ഈത്തപ്പന മരവും കാറ്റടിച്ചിട്ട് വീഴാറില്ല. മണൽ ഭൂമിയിലാണെന്ന നിലയ്ക്ക് കാറ്റടിക്കുമ്പോൾ ഇത് മറിഞ്ഞു വീഴണം. അത് സംഭവിക്കുന്നില്ല. പിന്നെയോ മഴയില്ലാത്ത നാടാണ്, ഉണങ്ങിയ വരണ്ട അന്തരീക്ഷമാണ്, നല്ല വെയിലുമാണ്. അതുകൊണ്ട് തന്നെ ഈ വൃക്ഷം വെയിലത്തുണങ്ങിപ്പോവണം. അതുമില്ല. എന്തുകൊണ്ടാണ് ഈ രണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ ഇത് പിടിച്ചു നിൽക്കുന്നത്? മറ്റു മരങ്ങളെപ്പോലെയല്ലല്ലോ. മണൽ ഭൂമിയല്ല ഉറപ്പുള്ള ഭൂമി. ഉറപ്പുള്ള ഭൂമിയിൽ വരെ നമ്മുടെ നാട്ടിൽ, മലയാളക്കരയിൽ, മറ്റു പല നാടുകളിലും, നമ്മുടെ മലയാളക്കരയിൽ എത്രയോ ഉറപ്പുള്ള മേഖലകളിലുള്ള റബ്ബർ മരങ്ങൾ ഒരു ചെറിയ കാറ്റടിക്കുമ്പോഴേക്ക് കോടിക്കണക്കിന് രൂപയാണ് വാഴകൃഷിക്ക്, റബ്ബർ മരത്തിന് ഒക്കെ നഷ്ടപരിഹാരം നൽകേണ്ടി വരുന്നത് നമ്മുടെ ഗവൺമെന്റ്. ഇത് ഞാൻ എന്തിനാ പറയുന്നത്? ഈത്തപ്പമരം കാറ്റടിച്ചിട്ട് വീഴുന്നില്ല, ഇതുപോലെ വീണ് കിടക്കുന്നില്ല. അതേ രൂപത്തിൽ തന്നെ അത് ഉണങ്ങിപ്പോകുന്നുമില്ല. എന്തായിരിക്കും ഇതിന്റെ കാരണം എന്ന് പരിശോധിച്ചപ്പോഴാണ് ഈത്തപ്പന മരത്തിന്റെ താഴ്വേരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് എന്ന അത്ഭുതം കണ്ടെത്തിയത്. ഈത്തപ്പന മരത്തിന്റെ താഴ്വേരാണ്. ഈത്തപ്പന മരത്തിന്റെ വേരുകൾ വളരെ വളരെ താഴോട്ട് പോകുന്നു. എന്തേ കാരണം? മുകൾ ഭാഗത്തു നിന്നും മഴ ലഭിക്കാത്തതുകൊണ്ട് വേണ്ടത്ര ജലസേചനം കിട്ടൂല എന്നതുകൊണ്ട് തന്നെ ആ ഈത്തപ്പന മരത്തിന്റെ വേരുകൾ വെള്ളം തേടിയുള്ള പ്രയാണത്തിൽ വളരെ വളരെ താഴോട്ട് പോകുന്നു. അപ്പൊ നമ്മുടെ കാഴ്ചയിൽ പ്രഥമ ദൃഷ്ടിയിൽ ഒരുപക്ഷെ ഈത്തപ്പന മരം നല്ല വെയിലത്താ നിൽക്കുന്നത്. എന്താണ് എന്നിട്ടും ഇത് പച്ചിലകളായി നിൽക്കുന്നതെന്തോ, ഇത് ഉണങ്ങിപ്പോകാത്തത് എന്ന് നമുക്കൊരു പക്ഷെ തോന്നിയേക്കാം. പക്ഷേ അതിന്റെ വേരുകളുള്ളത് നല്ല വെള്ളത്തിലാണ്. അതുകൊണ്ട് തന്നെ അത് ഉണങ്ങിപ്പോകുന്നില്ല. വെള്ളം തെളിയുള്ള താഴോട്ടുള്ള ഈ പ്രയാണത്തിൽ അത്രയും താഴോട്ട് ഇതിന്റെ താഴ്വേരുകൾ നീണ്ടിറങ്ങിപ്പോയതുകൊണ്ട് ഇനി ഒന്നോ രണ്ടോ കാറ്റടിച്ചാൽ, അല്ല 100 കണക്കിന് കാറ്റ് തന്നെ അടിച്ചാലും ഇത് മറിഞ്ഞു വീഴുകയുമില്ല. വേര് താഴോട്ട് പോകുമ്പം മറിഞ്ഞു വീഴുന്നതിനെ തൊട്ട് സംരക്ഷിക്കപ്പെടുന്നു. വെള്ളം ലഭിക്കാത്ത പ്രശ്നവും പരിഹരിക്കപ്പെടുന്നു. അതേ ഈത്തപ്പന മരം അതിൻ്റെതായ പ്രതിരോധ ശേഷി കാത്തുസൂക്ഷിക്കുകയാണ്. ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരത്തെ കുറിച്ച് പറഞ്ഞതില്ല, യസ്കുതു വറഖുഹാ, അതിന്റെ ഇല വീഴൂല. ഇല കൊടിയാത്ത മരമാണ് കേട്ടോ, ഇല വീണുപോകാത്ത മരമാണ്. ഏതു മരമാണ് എന്ന് ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന രൂപത്തിലാണ് അതിന്റെ നിലനിൽപ്പ്. എന്തുകൊണ്ടാണ് ഉണങ്ങിപ്പോകാത്തത്? കാരണം നമ്മൾ പറഞ്ഞു. ആ അടിസ്ഥാനത്തിൽ ഈ താഴ്വേറുകളാണ് ഇതിലെ അത്ഭുതമെന്ന് നമ്മൾ ഇന്ന് കണ്ടെത്തിയെങ്കിൽ അല്ലാഹു ഖുർആനിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഷജറത്തിൻ തയ്യിബ, എല്ലാ നിലക്കും ഒരു നല്ല മരം. എന്താണ് ആ മരത്തിന്റെ പ്രത്യേകത? അസ്ലുഹാ സാബിത്, അസ്ലുഹാ സാബിത്. അതിന്റെ താഴ്വേര്, അതിന്റെ വേര് വളരെ വളരെ താഴോട്ട് ചെന്ന് വേര് പിടിച്ചു നിൽക്കുകയാണ്.
നല്ല വേര് പിടുത്തമുണ്ട് ഈ മരത്തിന്. അസ്ലുഹാ സാബിത്തുൻ, വേരോട്ടമുള്ള മരമാണ്. അസ്ലുഹാ സാബിത്തുൻ, അതുകൊണ്ട് തന്നെ ഇത് വീഴുന്നില്ല. ഇതേ രൂപത്തിലാണ് വേരോട്ടമുള്ള മരമായതുകൊണ്ട് തന്നെ വഫറുഹാഫിസമാണ്. ഇതേ രൂപത്തിൽ പ്രതിരോധ ശേഷിയുണ്ടാകും ആർക്ക്? വിശ്വാസിക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പ്രഖ്യാപിച്ചവനാണോ തന്റെ സാഹചര്യം എത്ര തന്നെ പ്രതികൂലമാണെങ്കിലും അവൻ എന്നും അവനാണെന്ന ബോധത്തോടെ നിൽക്കും. ഈത്തപ്പനമരം നിൽക്കുമ്പോലെ കാറ്റടിച്ചാ വീഴൂല. അവന്റെ കൂട്ടു കമ്പനി കുടിച്ചെങ്കിൽ അവൻ കുടിക്കൂല, കമ്പനി പിടിച്ചെങ്കിൽ അവൻ പിടിക്കൂല, അവന്റെ കൂട്ടുകെട്ട് ദുഷിച്ചെങ്കിൽ അവൻ ദുഷിക്കുകയില്ല. കാരണം അസ്ലുഹാ സാബിത്തുൻ, ഈമാനിന് നല്ല വേരോട്ടം കിട്ടിയിട്ടുണ്ട് വിശ്വാസിക്ക്. ആ വിശ്വാസിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് കളങ്കമറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച വിശ്വാസി. അവന് ചേരയെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ടം തിന്നണം എന്നെ ചൊല്ലും പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടുന്നവരുടെ അടുത്ത് ചെല്ലുമ്പോ ഇങ്ങനെ കെട്ടുന്നവരുടെ അടുത്ത് ചെല്ലുമ്പോ അങ്ങനെ. ഏത് അഡ്ജസ്റ്റ്മെന്റിനും ഇസ്ലാമിലും ഈമാനിലും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്ന കുറെ ആളുകളുണ്ട്. അത് വിശ്വാസിയുടെ ലക്ഷണമല്ല. മയ്യിത്തെടുക്കുമ്പം യാസീൻ ഓതുന്ന വീടാണോ അവനും ഓതും, ഓതാത്ത വീടാണോ അവൻ ഓതാനില്ല, അതേക്കുറിച്ച് സംസാരിക്കാനുമില്ല. ഈ ഒരവസ്ഥയിലേക്ക് നീങ്ങിപ്പോകാൻ പാടില്ല. ഞാൻ പറയട്ടെ, ഇത് ഞാൻ നേരത്തെ പറയാൻ കാരണം, ആ ഒരു ചൊല്ല് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ കാരണം, എന്നോടൊരു സഹോദരൻ ഒരിക്കൽ പറഞ്ഞു, ഉസ്താദേ, എന്റെ മോളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് ഒന്ന് ഫാത്തിഹ ഓതി ദുആ ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് കഴിഞ്ഞില്ല? നിങ്ങളല്ലേ കൂട്ടാൻ പോയത്? ഒരു ഉസ്താദിനെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഫാത്തിഹ ഓതി ദുആ ചെയ്ത് കൊണ്ടുവന്നുകൂടായിരുന്നോ? ഒരു നല്ല കാര്യത്തിലേക്കല്ലേ കാലെടുത്തു വെക്കുന്നത്? പ്രതിസന്ധിയുള്ള ഒരു വിഷയമല്ലേ അഭിമുഖീകരിക്കാൻ പോകുന്നത്? അപ്പോഴൊക്കെ നല്ലതായിരുന്നില്ലേ സൂറത്തുൽ ഫാത്തിഹ? എല്ലാ പ്രതിസന്ധികളും ഫത്ഹാക്കി തരുന്ന അധ്യായം അതാ സൂറത്തുൽ ഫാത്തിഹ. അത് ഓടിയിട്ടല്ലായിരുന്നോ ഇറങ്ങാൻ നല്ലത്? അയാൾ പറഞ്ഞു, അതെ, ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം, ചേരയെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ടം തിന്നണ്ടേ? എന്റെ കുട്ടിയെ കെട്ടിച്ച നാട്ടിൽ ഫാത്തിഹ ഓതലില്ല, ദുആ ചെയ്യലില്ല. മോളെ കെട്ടിച്ചത് ഇടവണ്ണത്തിലേക്കായി പോയി എന്ന ഒരൊറ്റ തെറ്റ് മാത്രമാണ് ഞാൻ ചെയ്തത്. അതാണ് അന്ന് ഉപ്പയോട് ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്താൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് പറയുന്ന മുസ്ലിയാരെ കുതിരകാരും ഇന്ന് ഉപ്പ വേദിക്കുന്നു. ഇതാ നമ്മൾ പറഞ്ഞത്. സാഹചര്യത്തിനനുസരിച്ച് ഇങ്ങനെ നീങ്ങാൻ പറ്റില്ല. വിശ്വാസി സാഹചര്യം എന്താണോ അതല്ല വിശ്വാസിയുടെ സംസ്കാരം. മറിച്ച് സാഹചര്യം കാറ്റായാലും സാഹചര്യം വെയിലായാലും വീഴാതെ ഉണങ്ങാതെ ഞാനാണെന്ന പ്രാണിത്വത്തോടുകൂടെ നിൽക്കുന്ന അതേ ഈത്തപ്പനമരത്തിന്റെ പ്രതിരോധ ശേഷി വേണം വിശ്വാസികൾക്ക്. അതേ ഈത്തപ്പനമരത്തിന്റെ പ്രതിരോധ ശേഷി വേണം വിശ്വാസിനികൾക്ക്. അവരുടെ സംസ്കാരത്തിൽ ചേഞ്ചിങ് വരാൻ പാടില്ല. കാലാവസ്ഥക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നുകൂടാ. വിശ്വാസി പതറാത്തവനാണ്. എന്നാൽ ആഖിർ സമാനിലെ മക്കൾ, നബിതങ്ങൾ ആഖിർ സമാനിലെ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആഖിർ സമാനിൽ വരാനിരിക്കുന്ന ഒലിപ്പ് വെള്ളത്തിലെ ചണ്ടി പോലെയാണ്. ഒലിപ്പ് വെള്ളത്തിലെ ചണ്ടി പോലെയാണ് ആഖിർ സമാനിൽ വരാനിരിക്കുന്ന എന്റെ ഉമ്മത്തിന്റെ മക്കള്. ഇത് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞതാ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നമുക്കിന്ന് പഠിക്കാൻ പറ്റിയ നല്ലൊരു പാടാ. ഈ വിഷയമായിട്ട് അതിന് വലിയ ബന്ധമുണ്ട്. ആ പറഞ്ഞ വാക്കിന് ഒലിപ്പ് വെള്ളത്തിലെ ചണ്ടിയാണ് വെരി കറക്റ്റ് സംഗതി. അങ്ങനെയാണ് നമ്മളൊക്കെ അത് ശരിക്ക് എസ് വെച്ചുകൊണ്ടിരിക്കുക ജീവിതത്തിൽ. ഒലിപ്പ് വെള്ളത്തിലെ ചണ്ടി. എന്താ ഈ ചണ്ടി? ചണ്ടി ചവറാണ് എന്ന് പറഞ്ഞാൽ ഒരു നിലവാരമില്ലാത്ത മനുഷ്യന്മാരായിരിക്കും എന്ന് ജീവിക്കാം എന്ന് നമ്മൾ സാധാരണ ഇതിനർത്ഥം പറയാറുണ്ട്. അതതിൽ പ്രഥമവും പ്രാധാന്യമർഹിക്കുന്നതുമായ അർത്ഥമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ പറയട്ടെ, മറ്റൊരർത്ഥതലങ്ങളിലേക്കും കൂടെ ചില മഹാന്മാർ നമ്മെ കൈപിടിച്ച് അനയിക്കുന്നു. അത് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നു. സംഗതി ശരിയാണ്.
അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന് കൽ ഉസാഇ ചണ്ടി കവറ് പോലെയാണെന്ന് പറഞ്ഞു നിർത്താമായിരുന്നു. അങ്ങനെയല്ല പറഞ്ഞത്. ഒലിപ്പ് വെള്ളത്തിലെ ചണ്ടിക്കവറ് പോലെയാണ്. ഒരു നിലയും വിലയും നിലവാരവുമില്ലാത്ത ഒന്നിനും പറ്റാത്ത ചണ്ടിച്ചവറുകളായിരിക്കും ആഹൃതമാനില മക്കൾ എന്ന് പറഞ്ഞു നിർത്താതെ കൗസാഇ ശൈലി എന്നതിനൊരു രണ്ടാം മുഖമുണ്ട്. അതെന്താ? ഒരു നിലവാരവുമില്ലാത്തവരെന്ന് മാത്രമല്ല, ഒലിപ്പ് വെള്ളത്തിലെ ചണ്ടിക്കൊരു പ്രത്യേകതയുണ്ട്. അതെന്താ? ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പോകുക. ഇതാണ് ഒഴുക്ക് വെള്ളത്തിലെ ചണ്ടിയുടെ സ്വഭാവം. ഒഴുക്കിനനുസരിച്ച് പോവുക. അപ്പൊ ആഹൃതമാനിൽ ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്ന കുറെ ആളുകളാണ് വരാനിരിക്കുന്നതെന്ന് പറഞ്ഞത് എത്ര ശരിയാണ്.